IBO2ൻ്റെ 11ാമത്തെ യൂണിറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുള്ള മീൻ ചെയ്യുന്നത്, നമുക്കറിയാം, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ കയ്യിൽ വെച്ചാൽ പോരാ. നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തണം. നമ്മളുടെ അടുത്ത് ഇന്ന പ്രൊഡക്റ്റ് ഉണ്ട്, ഇന്ന ക്വാളിറ്റി ഉണ്ട്, പ്രൈസ് ഇങ്ങനെയാണ്. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സാണ്. നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ നമ്മുടെ പ്രൊഡക്റ്റിന് ഇങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ കൺസ്യൂമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊമോഷൻ, ബ്രാൻഡ് പ്രൊമോഷൻ്റെ ടെക്നിക്കുകൾക്കാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലേ, നമ്മൾ ചില ബ്രാൻഡുകളെ നമ്മൾ പലയിടത്തും പതിക്കുന്നതും, ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കാരുടെയൊക്കെ പുറത്ത് നമ്മൾ ബൈജു ആപ്പിൻ്റെ ഒക്കെ ബ്രാൻഡ് നെയിമല്ലേ, അതൊക്കെ ശരിക്കും കമ്മ്യൂണിക്കേഷനാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്, പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡ് പ്രൊമോഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനും മൊത്തത്തിൽ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ എന്തായാലും കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ഒരു കോമ്പറ്റീറ്റേഴ്സ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്യൂമേഴ്സിന് നമ്മളെ മാർക്കറ്റിനെ പറ്റിയുള്ള ബ്രാൻഡ് പ്രൊമോഷൻ, ഒരു നമ്മളെ ബ്രാൻഡിനെ പറ്റിയിട്ട് അവർക്കൊരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള നോളജ് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള നോളജ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പലതരത്തിൽ നമുക്കതിനെ പറയാം. കാരണം ഇപ്പോഴത്തെ കാലത്ത് ആളുകൾക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ, ഈ കറണ്ട് ഇയർ ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങാൻ അവർ അഡ്വർടൈസ്മെൻറ്റിനെയാണ് ആശ്രയിക്കുന്നത്. അവർ റിലേ ചെയ്യുന്നത് വ്യത്യസ്ത ടൈപ്പുള്ള അഡ്വർടൈസ്മെൻറ്റിനെയും പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനെയാണ്. ഓക്കെ, ഇനി ടൂൾസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ ടൂൾസുകൾ. സിമ്പിൾ പറഞ്ഞാൽ സെയിൽസ് പ്രൊമോഷൻ, സെയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത ടൂൾസുകൾ. ബൈ വൺ ഗെറ്റ് ടു എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, എല്ലാം അതിൻ്റെ എല്ലാവിധ അഡ്വർടൈസ്മെൻറ്റ് മാർഗങ്ങളും പെട്ടു. പേഴ്സണൽ സെല്ലിംഗ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ വലിയൊരു ടൂളാണ്. കാരണം നമ്മളെ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് പലരും പല പ്രൊഡക്റ്റും കൊണ്ടുവരുമ്പോൾ ശരിക്കും കൺസ്യൂമേഴ്സിൻ്റെ നിന്ന് ഡയറക്റ്റ് നമ്മളെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയും. നിങ്ങളെ പ്രൊഡക്റ്റ് ഇവിടെ വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ട് ഒരു പാക്കറ്റ് പൊട്ടിച്ച് 4 ദിവസം നിന്നില്ല, അത് കേടുവന്ന് പോയി, ഇങ്ങനെ തുടങ്ങിയിട്ട് കൃത്യമായ ഇൻഫർമേഷൻ, റിലയബിൾ ഇൻഫർമേഷൻ കിട്ടും. നമുക്കത് വളരെ യൂസ്ഫുള്ളാണ്, നല്ല ഫീഡ്ബാക്ക് കിട്ടും. പേഴ്സണൽ സെല്ലിംഗ്, അഡ്വർടൈസ്മെൻറ്റിങ്, പലതരത്തിലുള്ള പരസ്യങ്ങളും, സ്പോൺസർഷിപ്പ്. ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടാകുമ്പോൾ വിന്നേഴ്സിനും റണ്ണേഴ്സിനൊക്കെ ട്രോഫി പലരും സ്പോൺസർ ചെയ്യും. പല സ്ഥാപനങ്ങൾക്ക് പത്രങ്ങൾ പലരും സ്പോൺസർ ചെയ്യും. കുടിവെള്ളം, ബസ് സ്റ്റോപ്പ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് റോഡ് ഒക്കെ പലരും സ്പോൺസർ ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ ശരിക്ക് അവരുടെ ബ്രാൻഡിനെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരാണ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഇടനിലക്കാരില്ലാതെ കമ്പനി നേരിട്ട് മാർക്കറ്റിംഗ്. ഇപ്പോൾ ഈ പേഴ്സണൽ സെല്ലിങ്ങിനെ പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് ഇറങ്ങുന്നതും വലിയൊരു കമ്മ്യൂണിക്കേഷൻ്റെ മെത്തേഡാണ്. അവരിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിലുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷൻസ്, പൊതുജനങ്ങളോട് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുണ്ട്, നമ്മളിപ്പോൾ ഒരു സ്വർണ്ണക്കടയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ നമ്പർ അവർ വാങ്ങിയേക്കും. പിന്നെ നമ്മൾ അവരെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കാണാം. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജുകളും പല കാര്യങ്ങളും വരും. ചിലപ്പോൾ അവർക്ക് തന്നെ ചിലപ്പോൾ ന്യൂസ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ പല ന്യൂസ് ഗ്രൂപ്പുകളൊക്കെ കണ്ടില്ല നിങ്ങൾ? നമുക്ക് തോന്നുന്നുണ്ടോ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ട്, നാട്ടുകാർക്ക് ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകളെന്നൊക്കെ? അതിൻ്റെ പിന്നിലൊക്കെ പല ഹിഡൻ ടീമുകളുണ്ട്. ഒരു പക്ഷേ ബ്രാൻഡ് പ്രൊമോഷൻ, അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ആകാം, ചിലപ്പോൾ അത് വെച്ചിട്ട് മാത്രം ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ടാവും, ഒരു അഡ്വർടൈസ്മെൻറ്റിന് മാത്രം. അതുപോലെ മൊബൈലിൽ വെച്ചിട്ട് സ്റ്റാറ്റസ് ഇട്ടൊക്കെ പലരോടും മാർക്കറ്റ് ചെയ്യിപ്പിക്കുക, പല പരിപാടി ഉണ്ടല്ലോ. എന്തായാലും ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളായാലും ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്, സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന മൊത്തം ടൂൾസിനെയാണ് ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടുള്ളത് അവർക്ക് നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത്. ഇനി ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റെപ്പുകൾ, ഒരു കൺസ്യൂമേഴ്സിന് നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം, അതാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഇതിൻ്റെ സ്റ്റെപ്പുകൾ ഫസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ടാർഗറ്റ് ഓഡിയൻസിനെ തിരഞ്ഞെടുക്കണം. പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ തലത്തിലേക്ക് വരുമ്പോൾ ആരോടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ആർക്കാണ് ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്? ഇപ്പോൾ ബൈജൂസ് ആപ്പ്, അവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻസിനാണ് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്. ഏത് സ്റ്റുഡൻസിന്? LKG സ്റ്റുഡൻസിനാണോ? അല്ല, 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് ഒരു സയൻസ് മേഖലയിലൂടെ എൻട്രൻസ് എഴുതാൻ ഉദ്ദേശിക്കുന്ന വ്യത്യസ്ത മെഡിക്കൽ മേഖലയ്ക്കോ എഞ്ചിനീയർ മേഖലയ്ക്കോ, അവിടെയായിരുന്നു ബൈജൂസിൻ്റെ ഫോക്കസ് പ്രധാനമായിട്ടും. പിന്നീടാണ് പലത് വ്യാപിച്ചത്.
അപ്പോൾ ആദ്യ കാലത്ത് അവരുടെ ഓഡിയൻസ് സ്റ്റുഡൻസാണ്. ഈ സ്റ്റുഡൻസും അവരുടെ പേരൻസും, ഇതാണ് ഓഡിയൻസ്. അങ്ങനെ ഓഡിയൻസ് ആരെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അത് ഏത് രാജ്യത്ത് എവിടെ ആര് തിരഞ്ഞെടുക്കാം. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? നമ്മളിങ്ങനെ പദ്ധതി നടത്തുന്നുണ്ടെന്ന് ആളുകൾ അറിയിക്കുക, അതിൻ്റെ പ്രൈസ് അറിയിക്കുക, അത് നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ക്വാളിറ്റി ഉണ്ടെന്ന് അറിയിക്കുക, അതിൽ ഒരുപാട് ആൾക്കാർ വിജയിക്കുന്നുണ്ടെന്ന് അറിയിക്കുക നമ്മളെ കോഴ്സ് ഉപയോഗിച്ചിട്ട്. ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നെക്സ്റ്റ് ഡിറ്റർമൈൻ ദ മെസ്സേജ്. നെക്സ്റ്റ് എന്ത് മെസ്സേജാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്തുണ്ടാക്കണം, അല്ലെങ്കിൽ പിന്നെ പരസ്യമാണെങ്കിൽ അതിന് വീഡിയോ തരത്തിലാണെങ്കിൽ അങ്ങനെ എന്ത് മെസ്സേജാണ് അവർ കൊടുക്കേണ്ടത്. ബൈജൂസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോഴ്സിൻ്റെ ഫീകൾ, കോഴ്സ് കൊണ്ട് ഇത്രയും കാലം എത്ര ആളുകൾക്ക് മെച്ചമുണ്ടായിട്ടുണ്ട്. ചില പത്രത്തിൽ ഇതുപോലെ IIT JEE ഒക്കെ എൻട്രൻസ് എഴുതിയ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ കാണാം, ഫുള്ള് ഫോട്ടോസ് ആയിരിക്കും. 1ാം റാങ്ക് 2ാം റാങ്ക് 4ാം റാങ്ക്, ഓൾ കേരള 1, ഓൾ മലപ്പുറം 1 എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വ്യത്യസ്ത ആളുകളെ ഫോട്ടോ ഇട്ടിട്ട്. അപ്പോൾ അത് അവർ ഡിറ്റർമൈൻ ചെയ്ത് എന്ത് മെസ്സേജാണ് കൊടുക്കേണ്ടത്. ഒരുപാട് ആളുകൾ വിജയിക്കുന്നുണ്ട്, അപ്പോൾ ഫസ്റ്റ് പേജ് ഒന്നായിട്ട് ഫോട്ടോകൾ, ഒരുപാട് റാങ്കുകൾ കിട്ടുന്നുണ്ടെന്ന് വരുത്തി തീർക്കുന്നത് ശരി. അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ തീരുമാനിക്കുന്ന ശേഷം ഡാറ്റ മെസ്സേജ് തീരുമാനിച്ചതിന് ശേഷം നെക്സ്റ്റ് ബജറ്റ്, എത്രയാണ് നമുക്ക് ചിലവഴിക്കാൻ പറ്റുന്ന ബജറ്റ്, അത് തീരുമാനിച്ച ശേഷം ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, TVയോ അതല്ല റേഡിയോയിലൂടെയാണോ പത്രത്തിലൂടെയാണോ സോഷ്യൽ മീഡിയ വഴിയാണോ, ഇങ്ങനെ അതിൻ്റെ ചാനൽ തീരുമാനിക്കുക. ഇതാണ് ശരിക്കൊരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ്, സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇതോടെ ഒരു യൂണിറ്റിൽ എൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കഴിഞ്ഞു. നെക്സ്റ്റ് അഡ്വർടൈസിങ്.